ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന ലക്ഷ്യത്തിൽ മലപ്പുറം ജില്ലയിൽ 2187 പേർക്ക് കൂടി പട്ടയം നൽകി. 7 താലൂക്കുകളിലായി നടന്ന പട്ടയ വിതരണമേള റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വിതരണം ചെയ്ത 2187 പട്ടയങ്ങളിൽ 2032 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളാണ്. ഇതിൽ 155 ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും. തിരൂരിൽ 258, മഞ്ചേരിയിൽ 410, തിരൂരങ്ങാടിയിൽ 750 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 614 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. മന്ത്രി കെ രാജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരേ കാര്യത്തിനു തന്നെ ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ, തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ, അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ്. ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട 14ഓളം വരുന്ന വിവരങ്ങൾ, എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസ്തയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ജില്ലയിലെ ജനപ്രതിനിധികൾ, ജില്ലാ കലക്ടർ, സബ് കലക്ടർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 4 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് 2,23,887 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ 4 ലക്ഷത്തിലേറെ പേർക്ക് പട്ടയം ലഭ്യമാക്കി. കൈരളി ന്യൂസ്, മലപ്പുറം.